പറവൂർ നഗരത്തിൽ കോൺവെന്റ് റോഡിൽ സെക്കൻഡ് സോൺ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ മുദ്ര ചെയ്യപ്പെടുന്ന സ്ഥാപനം സംഗീതമായിരിക്കട്ടെ. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ടൗണിൽ സെക്കൻഡ് സോൺ എന്ന പേരിൽ യൂസ്ഡ് ഫർണിച്ചറുകളുടെ സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഫർണിച്ചറിനൊക്കെ ഒരുപാട് വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഉപയോഗിച്ച ഫർണിച്ചറുകൾ അവരെടുത്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് പുത്തൻ പോലെ തന്നെ യൂസ്ഡ് ഫർണിച്ചറുകൾ ഇവിടെ സെയിൽ ചെയ്യപ്പെടുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും ചേർന്ന് എല്ലാവർക്കും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകട്ടെ. ഈ സ്ഥാപനം മേൽക്കുമേൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പറവൂർ കോട്ടയ്ക്കാവ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, കൗൺസിലർ MK ബാനർജി എന്നിവരും വ്യാപാരി വ്യവസായികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. സ്ഥാപന ഉടമ സൈജു വർഗീസ് സ്ഥാപനത്തെക്കുറിച്ച് വിശദീകരിച്ചു. പറവൂർ കോൺവെന്റ് റോഡിൽ സെക്കൻഡ് സോൺ എന്ന സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ഷോപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫർണിച്ചേഴ്സ്, പഴയ ഫർണിച്ചർ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഷോപ്പുകൾ നിർത്തിപ്പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നിർത്തിപ്പോവുകയോ ചെയ്യണമെങ്കിൽ അവിടുത്തെ മൊത്തം ഫർണിച്ചറും അപ്ലയൻസ് എല്ലാം എടുക്കും. അതിട്ട് അത് പോളിഷ് ചെയ്ത് തിരിച്ച് ഒരു ചെറിയൊരു ലാഭം ഇട്ട് ഒരു ചെറിയൊരു നോർമൽ ഒരു മാർജിൻ ഇട്ടിട്ട് തിരിച്ച് റീസൈക്കിൾ ചെയ്ത് ഭംഗിയായിട്ട് കൊടുക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫർണിച്ചറോ എന്തെങ്കിലും അലമാരിയോ അല്ലെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഫ്രിഡ്ജോ അല്ലെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഒരു മിതമായ നിരക്ക് കിട്ടും. പുതിയതിൻ്റെ ഏകദേശം ഒരു 60% വിലക്ക് കിട്ടും. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.